അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലർ പ്രസിദ്ധീകരിച്ചു. സുപ്രധാന സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൻ്റെ സഹശുശ്രൂഷകരായ മെത്രാപ്പൊലീത്താമാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും തൻ്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എഴുതുന്നത്: കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ച് അറിയിക്കുന്നതിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സഭ മുഴുവൻ്റെയും ആലോചന യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം. സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണിത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിൻ്റെ അടിസ്ഥാനം. അസംബ്ലിയുടെ ദൗത്യത്തെപ്പറ്റി പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും സഹായിക്കാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണിത്. കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും പൊതുനന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം. 5 വർഷത്തിൽ ഒരിക്കൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാ നിയമം. നമ്മുടെ സഭ 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടക്കുന്നത് 1998 കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് 2021 നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകാൻ കാരണമായത്. പാലാ രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ. പാലായിലെ അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2024 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കടൻ പിതാവിൻ്റെയും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടതെന്നത് സഭാ നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. രൂപതകളിൽ നിന്നുള്ള സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് അസംബ്ലി അംഗങ്ങൾ. രൂപതകളുടെയും സമർപ്പിത സമൂഹങ്ങളുടെയും എണ്ണം വർദ്ധിച്ചപ്പോൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും ആനുപാതികമായി ഉയർന്നു. 2016 488 പേരാണ് പങ്കെടുത്തത്. അതിനു പുറമെയായിരുന്നു കമ്മിറ്റി അംഗങ്ങളും മറ്റു ശുശ്രൂഷകരും. അസംബ്ലിയുടെ നടത്തിപ്പിൻ്റെ പ്രായോഗിക തലങ്ങൾ പരിഗണിച്ചും എല്ലാവരുടെയും ആശയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി പങ്കെടുക്കേണ്ടവരുടെ എണ്ണം കുറയ്ക്കാൻ മെത്രാൻ സിനഡ് തീരുമാനിച്ചു. അതിന് പ്രകാരം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തോടെ അസംബ്ലിയിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ചുള്ള ഭേദഗതി വരുത്തിയ സഭയുടെ പ്രത്യേക നിയമം ഒരു കൽപ്പന വഴി 2024 മാർച്ച് 25 പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. ഈ പുതിയ നിയമം അനുസരിച്ച് 80 വയസ്സിൽ താഴെയുള്ള മെത്രാന്മാരും വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികളും അടങ്ങിയ 360 അംഗങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. അഞ്ചാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നുള്ളതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസ രൂപീകരണത്തിൻ്റെ നവീകരണം, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അൽമായ പങ്കാളിത്തം, സീറോ മലബാർ സമുദായ ശാക്തീകരണം എന്നീ 3 വിഷയങ്ങൾ അസംബ്ലിയുടെ പ്രത്യേക വിചിന്തനത്തിന് വിഷയമാകുമെന്നും സർക്കുലറിൽ പറയുന്നു. പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ദൈവം സഭയ്ക്ക് സഭയിലൂടെയും ചെയ്ത മഹത്തായ കാര്യങ്ങൾ പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടും സീറോ മലബാർ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി നിൽക്കേണ്ട കാഴ്ചപ്പാടുകളും ആദർശങ്ങളും രൂപീകരിക്കാനാണ് അസംബ്ലി ശ്രമിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും പൊതുനന്മ ലക്ഷ്യമാക്കി ആശയങ്ങൾ പങ്കുവയ്ക്കാനും ദൈവമഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ആശയ രൂപീകരണം സാധ്യമാകുന്നതിനു വേണ്ടി സഭ മുഴുവനും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണമെന്നും താൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നുവെന്നും ഇതോടൊപ്പം നൽകുന്ന കാറസൂസ ഓഗസ്റ്റ് 4 ഞായറാഴ്ച മുതൽ എല്ലാ വിശുദ്ധ കുർബാനയിലും ചൊല്ലേണ്ടതാണെന്നും കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നിന്നുള്ള സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിൽ നിന്ന് 2024 ജൂലൈ മാസം 24 പുറപ്പെടുവിച്ച സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറയുന്നു.